മാറ്റിലാണെങ്കിൽ നന്ദു ആണെങ്കിൽ ആകെ ടെൻഷനിലാണ് എന്ന് കാണാനായിട്ട് കഴിയും സാധിക്കും. സത്യം പറഞ്ഞാൽ അനിയാണ് നന്ദുവിനെ ടെൻഷനിലാഴ്ത്തുന്നത് എന്ന് കാണാം. അതായത് നമ്മുടെ അനിയാണെങ്കിൽ നന്ദുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നന്ദു ഈ വിവാഹം എങ്ങനെ മുടക്കുമിടി, നിൻ്റെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടോ, ആശയമുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം നന്ദു പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഐഡിയയും ആശയമൊന്നുമില്ല, നീ തന്നെ മുൻകൈയിട്ട് ഇറങ്ങി ഇത് മുടക്കിയേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട നമ്മളുടെ ജീവിതം ജീവിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അനി എന്തു ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ ഏട്ടൻ്റെ പ്രീതി പിടിച്ചു പറ്റാമെന്ന് വിചാരിക്കുന്നത് കാണാം. MD കസേരയിലിരിക്കുന്ന ആദർശിൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ കൊടുത്തിരിക്കുന്ന വാക്കാണ്, എനിക്ക് അതിന്മേലെ ഒന്നും പറയാനോ ചെയ്യാനോ സാധിക്കില്ല, നീ ഈ ജ്യേഷ്ഠനോട് ക്ഷമിക്കടാ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഏട്ടാ എന്താ ഇങ്ങനെ, എൻ്റെ ജീവിതം എന്തിനാ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുട്ടിലാക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. എടാ മുത്തശ്ശനോട് നീ സംസാരിച്ച് അവന്തികയോട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട് അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം അവന്തിക അവൾ എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, നീ അവന്തികയെക്കുറിച്ച് അവളുടെ കള്ളത്തരങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുത്തശ്ശൻ ഇത് വേണ്ട എന്ന് വെക്കുമെന്ന് പറയുന്നു. ഇതേ സമയം നവ്യ അനിയെ സഹായിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവന്തികയുടെ 2 കളി, അതായത് ഡബിൾ സ്റ്റാൻഡ് എന്ന ഗെയിം പ്ലേ നവ്യ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും അത് പൊളിച്ചെടുക്കാനായിട്ട് അനിയെ സഹായിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.